വഴിയോരത്തിരുന്ന് ഡയോജനീസ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇങ്ങനെ തനിയെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നത്? താങ്കൾക്ക് ഭ്രാന്തുണ്ടോ? വഴിയിൽ കിടന്ന ഒരു കല്ല് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡയോജനീസ് പറഞ്ഞു. ഇതുവഴി പോയ പലരും ആ കല്ലിൽ തട്ടി മുറിവേറ്റ് വേദനപ്പെടുന്നത് ഞാൻ കണ്ടു. ചിലർ കല്ലിനെ ശപിക്കുന്നതും കേട്ടു. പക്ഷേ ഒരാൾക്കു പോലും യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന ആ കല്ല് വഴിയിൽ നിന്നും എടുത്തു മാറ്റുവാൻ തോന്നിയില്ല. മനുഷ്യരുടെ ഈ അവസ്ഥ കണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. നാമും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? വീട്ടിലെ പ്രശ്നങ്ങൾ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി നാം ഒഴിഞ്ഞു മാറും. നാട്ടിലെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ. ആരും ചെയ്തില്ലെങ്കിൽ ഒടുവിൽ വീട്ടിലുള്ളവരെയും നാട്ടുകാരെയും കുറ്റം പറയുകയും ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നാം ശ്രദ്ധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെയും സമൂഹത്തിൻ്റെയും നന്മയെ ലാക്കാക്കി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യുവാൻ കഴിയുള്ളൂ. മിക്കപ്പോഴും നാം സ്വാർത്ഥരല്ലേ എന്നും ചിന്തിക്കേണ്ടതാണ്. നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് വീട്ടിലും സമൂഹത്തിലും ഉള്ളത്? ഒരുമാതിരി യജമാന മനോഭാവമല്ലേ നാം പുലർത്തുന്നത്? പല വീടുകളിലും വീട്ടുജോലികൾ ചെയ്യുന്നതിനും മറ്റ് പലവിധ ജോലികൾക്കും ആളുകൾ ഉണ്ടാവും. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നാം ആണ് എന്നതിനാൽ അവരെക്കാൾ വലിയവരായിട്ടാണ് നാം നമ്മെ തന്നെ കാണുന്നത്. വാസ്തവത്തിൽ നമുക്ക് ജോലി ചെയ്തു തരുന്ന ആളുകളല്ലേ നമ്മേക്കാൾ വലിയവർ. നമുക്ക് സ്വയം ചെയ്യാൻ കഴിവില്ലാത്ത ജോലികളല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണ് ശക്തി, ബലം? ബലഹീനരും അപ്രാപ്തരുമായ നാമോ ബലവാന്മാരും ശക്തരുമായ ജോലിക്കാരോ? നാം പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നതിനാൽ നാം വലിയ കേമരാകുന്നു എന്ന് കരുതരുത്. നമ്മുടെ കൈവശം 4-5 കാശുണ്ട് എന്നതല്ലേ നമ്മുടെ സർവ്വ വലിപ്പത്തിൻ്റെയും അടിസ്ഥാനം. പണത്തിൻ്റെ പേരിലുള്ള വലിപ്പം താൽക്കാലികമാകുന്നു എന്നതും മറക്കരുത്. ഇന്നത്തെ ദരിദ്രർ നാളത്തെ സമ്പന്നരാവാം. ഒരു പക്ഷേ നാമും ദരിദ്രരായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മിലില്ലാത്ത എന്തെല്ലാം മഹത്തരമായ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകുമായിരുന്നു. പണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്നും നാം സ്വതന്ത്രരാവേണ്ടതാണ്. നമുക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു തരുന്നവരെ ശ്രേഷ്ഠരെന്ന് കണക്കാക്കി മാനിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, നമുക്കില്ലാത്ത സേവന മനോഭാവമുള്ളവരാണ് അവർ. നമ്മേക്കാൾ താഴ്മയും ക്ഷമയും ഉള്ളവരാണവർ. കപടമായ ആഢ്യത്വവും അഹങ്കാരവുമുള്ള നമ്മളെക്കാൾ അവർ എത്ര ആദരണീയർ!